ഞാനിങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഒരു ചേച്ചിനെയും ചേട്ടൻ്റെയും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ കേട്ടാലും അതിനെ പറ്റിയിട്ടൊന്ന് പറയണമെന്ന് തോന്നി. അതായത് ഇതിലിപ്പോൾ ആ ഒരു ചേച്ചി ഇങ്ങനെ പറയാന്ന്, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ ഒരുപാട് സഹായിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ ഞാൻ ഹാപ്പിയാണ്. അതായത് എന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചില സമയം സഹായിക്കും, കുട്ടികളെ നോക്കാൻ ചില സമയം സഹായിക്കും, അങ്ങനെ പലതും ഇങ്ങനെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ചെയ്യണമല്ലോ, കാരണം നീ നമുക്ക് വേണ്ടി രാവിലെ എണീക്കുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ ഫുഡും ഉണ്ടാക്കി അതെല്ലാം സെർവ് ചെയ്ത് പിന്നെ കുട്ടികളെ കാര്യം നോക്കി, എന്നിട്ട് എൻ്റെ കൂടെ തന്നെ ഓഫീസിലേക്കും വന്ന് എന്നിട്ട് നേരത്തെ വന്നിട്ട് ബാക്കി വീട്ടിലുള്ള പണി മൊത്തം ചെയ്ത് പിന്നെ വീണ്ടും കുട്ടികളെ നോക്കി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഞാനും ഇടയ്ക്ക് സഹായിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരിക്കലും ആ ചേച്ചിനെ കുറ്റം പറയുന്നില്ല. നമ്മൾ ഇത്രയെങ്കിലും ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആലോചനയിൽ ഞാൻ ആ ചേച്ചിനോട് നല്ലത് പറയുന്നു. പക്ഷേ ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇപ്പോഴും സഹായം എന്ന് പറയേണ്ട ഒരു കാര്യമുണ്ടോ? അതായത് രണ്ടാളും ഓഫീസിൽ പോകുന്നു, രണ്ടാളും ഏൺ ചെയ്യുന്നു, രണ്ടാൾക്കും ഫുഡ് കഴിക്കണം, രണ്ടാളും കുട്ടികളുമാണ്. അപ്പോൾ ഇതിങ്ങനെ നോക്കേണ്ടതിൽ സഹായം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വീണ്ടും ഇതൊക്കെ ഒരു പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ വെക്കുമല്ലേ ചെയ്യുന്നത്. അതായത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ജോലിയാണ് ഇതെല്ലാം. അപ്പോൾ പുരുഷന്മാർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം. അങ്ങനെയല്ലേ നമ്മൾ അത് പിന്നെയും മീൻ ചെയ്യുന്നത്. പണ്ടുള്ള ഇതിലാണെങ്കിലും ഓക്കെ, പണ്ട് സ്ത്രീകളൊന്നും അങ്ങനെ പുറത്ത് പോകാറില്ല, ഏൺ ചെയ്യാറൊന്നും അങ്ങനെയില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പുരുഷന്മാരുടെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ സമയത്തൊന്നും അങ്ങനെ ചെയ്യുന്നില്ല തോന്നുന്നു. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി അവിടുത്തെ വർക്ക് പ്രഷറും ലോഡെല്ലാം എടുത്ത് അതൊക്കെ വലിച്ചതിന് ശേഷം വീണ്ടും രാത്രി വന്ന് ഇതൊക്കെ നോക്കി പിടിച്ച് പിന്നെ നാളത്തേക്കുള്ള വീണ്ടും പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഒരു സ്ത്രീകൾ തന്നെ ഒരു ബേർഡൻ ചെയ്യുന്നൊരു സംഭവമല്ലേ സത്യത്തിൽ. ഇത് നേർക്കൊരു ഈക്വലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഒരാൾ എടുക്കുന്നു എന്നുള്ളൂ നമ്മുടെ നാട്ടിലെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതിനുള്ള ഒരു രീതിയല്ലേ ഉള്ളത്. ഇപ്പം എന്തായാലും കുറേ രീതിയിൽ മാറുന്നുണ്ട്. ഇപ്പം എൻ്റെ വീടായാലും ഇവിടെ ബാക്കി ഈ ചുറ്റുപാടൊക്കെ കുറേ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോഴും നേരം വെളുക്കാത്ത കുറേ നാടുണ്ട്, കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും. അതായത് ഇതൊക്കെ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണ്. അതിനവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഒരു ഉത്തമ കുടുംബിനി അല്ലെങ്കിൽ ഉത്തമയായ ഭാര്യേൻ്റെ ഒരു സംഭവമാണ് ഇതൊക്കെ. അങ്ങനെ പറഞ്ഞ് നമ്മൾ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സ്ത്രീകളുടെ തലയിൽ ഇട്ട് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരും സാധാരണ ഒരു മനുഷ്യരാണ്. എല്ലാ വിശപ്പും ദാഹവും ക്ഷീണവും ഉറക്കവും എല്ലാം ഉള്ള ആൾക്കാർ. പക്ഷേ നമ്മളിങ്ങനെ കുറച്ച് ലേബലുകൾ വെച്ച് കൊടുക്കുമ്പോൾ ചില നാട്ടുകടപ്പെല്ലാം വെച്ചിട്ട് അവർ എക്സ്ട്രാ ബേർഡൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലെ അടുക്കള പണിയും മറ്റു കാര്യങ്ങളും ഇനിയിപ്പോൾ നമ്മൾ പണിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ, പഠിക്കുന്നുണ്ടോ ഇല്ലയോ, അതൊന്നും ബാധിക്കുന്നില്ല. എന്തായാലും ഇതെല്ലാം ചെയ്യണം. ബാക്കിയുള്ള ആമ്പിള്ളേർക്ക് ഇതൊന്നും ചെയ്യേണ്ട. അവർ കഴിച്ച ഫുഡിൻ്റെ പാത്രം പോലും അവർ കഴുകണ്ട. അവരൊരു പാത്രം എടുത്തിട്ട് അതിൽ ഫുഡ് വിളമ്പിത്തുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കുറേ ആൾക്കാർ അവരെ കുട്ടികളെ വളർത്തുന്നതും അല്ലെങ്കിൽ നമ്മളതിൽ കാണുന്നതും. ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിവരെ ഒരു വീട്ടുകാർ അവരെ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനിക്കിവിടെ പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എല്ലാ പണിയും എടുക്കും. എനിക്കങ്ങനെ ഒരു പണി മാറ്റി വെച്ചിരുന്നില്ല. ഹസ്ബൻഡായാലും വീട്ടുകാരായാലും എല്ലാ പണിയും എടുക്കാറുണ്ട്. ഹസ്ബൻഡ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന് ശരിയായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡിൻ്റെ അമ്മ അത്രയും നല്ല രീതിയിൽ വളർത്തി, അല്ലെങ്കിൽ കുടുംബം അത്ര നല്ല രീതിയിൽ വളർത്തിയെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പക്ഷേ ഇതുപോലെ അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ട്. ഇപ്പോഴും ഇതൊക്കെ ഒരു സഹായമാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ഇതൊക്കെ സ്ത്രീകൾ മാത്രം ജോലിയാണെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ?